അധ്യക്ഷൻ ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസിന്റെ ഊസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ ബാബുജി മത്തായി, സൗത്ത് ഇന്ത്യൻ ചേംബറിന്റെ പ്രസിഡന്റ് ശ്രീ സക്രിയ കോശി, നമ്മുടെ വിശിഷ്ടാതിഥി മിസ്റ്റർ മാത്തുക്കുളനാട് MLA, അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥി വരവായിരുന്നു 2 വിശിഷ്ടാതിഥികൾ. നമ്മുടെ എല്ലാ അഭിമാൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയുടെ പ്രസിഡന്റ്, ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസിന്റെ അമേരിക്കയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ മുൻ ചേംബറിന്റെ പ്രസിഡന്റ്, മുൻ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ്, മുൻ ഗാന അസോസിയേഷന്റെ പ്രസിഡന്റ്, അങ്ങനെ എവിടെ പോയാലും പ്രസിഡന്റ് പോയാൽ എല്ലാവരും കിട്ടത്തില്ല. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ പേര് മണക്കുന്ന നമ്മുടെ കോൺഗ്രസ് കുടുംബത്തിലെ ഞങ്ങളുടെ OICC മെമ്പറാണ് ബഹുമാനായ മേയർ എൻ മാത്യു, നമ്മളെല്ലാം അഭിമാനം ജയിച്ച ശ്രീ സുരേന്ദ്രൻ പട്ടേൽ, നമ്മുടെ ജിജി ഒരിക്കൽ, കോളച്ചേരി, ജി മോഹൻറാണി, നമ്മുടെ കൈക്കൊച്ചൻ, ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗികമായ പോഷ സംഘടന. ഏതൊരു നേതാവും വന്നാലും അവരെ ഓണർ ചെയ്യാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനയാണ് ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ്. നമുക്ക് മുൻ നേതാക്കന്മാരെ ശ്രീ രമേശ് ചെന്നിത്തലയായാലും KPC പ്രസിഡന്റ് K സുരേന്ദ്രൻ, സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നപ്പോഴൊക്കെ ഒരു ധാർമ്മികമായ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് നേതാക്കന്മാർ ഭൂഷണി വന്നാലും അത് രാഷ്ട്രീയത്തിനതീതമായി അവരെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ചേംബറിലുള്ളത്. നമുക്ക് OICC രാഷ്ട്രീയമുണ്ട്, സൗത്ത് ഇന്ത്യൻ ചേംബറിൽ രാഷ്ട്രീയമില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിലപാടുകൾ അറിയിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്. നമ്മുടെ ഏതെല്ലാം നേതാക്കന്മാർ വന്നിട്ടുണ്ടോ? എക്സാമ്പിൾ രമേശ് ചെന്നിത്തല വന്നപ്പോഴായാലും, KPC പ്രസിഡന്റ് സുധാകരൻ വന്നപ്പോഴായാലും, മോർഷോസ് വന്നപ്പോഴായാലും, CPM നേതാക്കന്മാരായാലും, BJP നേതാക്കന്മാർ വന്നാലും എല്ലാവരും CHP-യാണ് നിങ്ങളുടെ നല്ല മനസ്സിൽ ഞാൻ അത് അഭിനന്ദിക്കുക. നമുക്കറിയാം ഈ മാത്തുക്കുളനാടൻ MLA രാഷ്ട്രീയമായി കടവെടുത്തിയത്. നമുക്കൊരു നമ്മുടെ KPC പ്രസിഡന്റ് സുധാകരൻ ഡിസംബർ 31 മുതൽ ജനുവരി മാസം 24-ാം തീയതി വരെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വന്നാൽ ആദ്യം അവർക്ക് മലയാളം ന്യൂസ് കേൾക്കണം, പിന്നെ മലയാളം പത്രം വായിക്കണം, അതവരുടെ വീക്ക്നെസ്സാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നിയമസഭാ നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു യുവ MLA അത് ഏകദേശം ജനുവരി മാസം 17-ാം തീയതി ആകുമ്പോൾ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? വളരെ ആർജവത്തോടുകൂടി നിന്ന് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞൊരു വാചകമുണ്ട്, ഓൺ എൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു 10 മിനിറ്റോളം ആ യുവ MLA കൊണ്ട് വിരിക്കുക. ലോ അക്കാദമിയിൽ നിന്ന് കണ്ടെത്തി കേരളത്തിൽ മൂവാറ്റുപുഴ MLA ആക്കിയ ആ ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വമാണ് മാത്യു കുളനാടൻ. സുധാകരന്റെ എല്ലാ സ്നേഹവാസികളുടെ പിരിവാങ്ങി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ അതേ ശൈലി പിന്തുടരുന്ന ഒരു യുവ നേതാവാണ് മാത്യു കുളനാടൻ. അപ്പൊ നമ്മൾ പറഞ്ഞു അടുത്ത പാർലമെന്റിൽ നമുക്ക് വിട്ടാലോട് ചോദിച്ചു പറഞ്ഞോ, ഓനെ ഇവിടെ ആവശ്യമുണ്ട് കേരളത്തിൽ. അങ്ങനെ ഡൽഹി പറഞ്ഞുകൊണ്ടുള്ള ആളല്ല. അവിടെ പറഞ്ഞത്, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വേറിട്ട വഴികളിലൂടെ നടന്നു വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തകരുടെ വേറിട്ട ശബ്ദമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ മാത്യു കുളനാടൻ. അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രസംഗം ഞാൻ കേട്ടത്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ രാഷ്ട്രീയം പറയുന്നത് കേട്ടു, കല്യാണത്തെക്കുറിച്ച് പറയുകയാണ്, രാഷ്ട്രീയമില്ലല്ലോ, നിങ്ങളുടെ ആ അഴിമതികളെ എല്ലാം ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണ്. അതിന്റെ കമ്മീഷനും അഴിമതിയും കൊണ്ടുപോലും എല്ലാം ഇരിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം മുഖ്യമന്ത്രിയുടെ വീട്ടിലാണെന്ന് നിന്നുകൊണ്ട് ആ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ തന്ത്രം കാണിക്കാൻ ഒരു യുവ MLA ആണ് മാത്യു കുളനാടൻ. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഈ അവസരം കിട്ടിയതിന് നമുക്ക് വളരെ നന്ദിയുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും തീരുവാൻ നമ്മൾ ഈ അവസരം വിനിയോഗിക്കുന്നു. മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് അറിയിക്കുവാനുള്ള ഒരവസരമായി ഇതിനെ കാണുന്നു. അതുപോലെ നമ്മളെ ലഭിച്ചേ നമുക്ക് വളരെയേറെ അഭിമാനം തോന്നുകയാണ്. ദേവി മണത്തിനെ കുറിച്ച് 10-35 വർഷം ഇവിടെ നിൽക്കാൻ പോകും.
പ്രതി വർഷം ഇവിടെ ഓവർസീസ് ഇന്ത്യക്കാർക്ക് കോൺഗ്രസ് ഇവിടെ രൂപം കൊടുത്ത് അതിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് സി കെ സുധാകരൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ആദ്യത്തെ പ്രസിഡന്റായി കെ സുധാകരൻ അപ്പോയിന്റ് ചെയ്തു CPI മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തെ പ്രവർത്തനം പഠിക്കുന്ന ഒരേതൊരാൾക്കും മനസ്സിലാകും. അദ്ദേഹം ഏറ്റെടുക്കുന്ന ജോലി വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എല്ലാവരോടും വളരെ സൗമ്യമായി സരസമായി സംസാരിച്ച് സഹകരിച്ച് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാവുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യത്യസ്തനായ ഒരാളാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബേബി മനു എന്ന് പറയുന്ന വീഴ്ചയായി ഫോമ എന്ന് പറയുന്ന ഉന്മാത്തമായ സെക്രട്ടറി പ്രസിഡന്റായി വന്നതിൽ നമുക്കും ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസിൽ പ്രത്യേകിച്ച് ചേംബറിന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ചേംബറും ഹൂസ്റ്റണിലെ മലയാളികൾക്കും വളരെ അഭിമാനമുണ്ട്. ഞാൻ ഈ അവസരം അഭിനന്ദിക്കുവാൻ ഈ അവസരം ചോദിക്കുകയാണ്. നമ്മുടെ സ്വകാര്യ കാര്യങ്ങളാണ്. അമേരിക്കയിലേക്ക് കടന്നു വന്ന അമേരിക്കയുടെ പൊതുപ്രവർത്തന രംഗത്ത് തന്റേതായ വ്യക്തി പ്രതിച്ച രണ്ടുപേർ കോൺഗ്രസ്സുകാരാണ്. ബാംഗ്ലൂർ അല്ല മഹാരാഷ്ട്രയില് അന്തേരിയിലെ ദാതയായിരുന്നു അന്തേരി മുഴുവൻ പറയുന്ന വാചകം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന് ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത് ഒരു മേയർ എന്ന പദവിയിൽ ഇരിക്കുക എന്നുള്ളത് തന്നെ നമുക്കൊരു അഭിമാനമാണ്. നമുക്ക് പറയാം നമ്മുടെ ഒരു ആൾ അമേരിക്കയിലെ ഒരു മേയറായി ഇരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കുന്നതായിട്ടുണ്ട്. ഞാനിപ്പോൾ ലണ്ടനിൽ പോയ സമയത്ത് കേംബ്രിഡ്ജ് മേയർ ബിജു തിട്ടല കോൺഗ്രസ്സുകാരൻ കോട്ടയക്കാരൻ അദ്ദേഹം, അതുപോലെ നമ്മുടെ MP സോജൻ ജോസഫ് ഇവരൊക്കെ കാണാൻ കഴിയും. ഒക്കെ നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ആളുകൾ ഇതുപോലെയുള്ള ഔദ്യോഗിക പദവിയിൽ കടന്നു വരുന്നു. അവർക്ക് വരുന്നത് ഇവിടെ എത്തിയിരിക്കുന്ന ഇവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ സമയക്കൂടുതലോട് കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. താങ്ക് യു ജെയിംസ് കൂടുതൽ. ഇനിയും ചുരുങ്ങിയ നിമിഷങ്ങളാണ് നമുക്ക് ആശംസിക്കുള്ളത്. ഇപ്പോൾ ജെയിംസ് കൂടുതൽ പറഞ്ഞല്ലോ, നമ്മുടെ കോൺഗ്രസിന്റെ വളർന്നു വന്ന ബഹുമാനപ്പെട്ട സ്റ്റാഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു